Okay, good morning. Have you got your books with you? Yes, isn't it? Good. So in the morning, you all are very fresh, isn't it? Okay. ഓർമ്മയുണ്ടോ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്ന്? നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? Do you remember? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അമന്ന രാജേഷ് പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ, നമ്മൾ എവിടെ എത്തിയെന്ന്? അമന്ന. Question answers. നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ എഴുതി നമ്മള് 2 അല്ലേ? 2. Good. എല്ലാവരും അവിടെ വരെ എത്തിയില്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരെ എല്ലാവരും എഴുതിയില്ലേ? യെസ്. എന്താണ് ജുവൽ വരിക? Yes. രണ്ടെന്ന് കാണിച്ചതാ അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് എഴുതാം അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് എല്ലാവരും എഴുതിക്കോ. എന്താ ഷിഫാന, ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതാനാ ടീച്ചർ പറഞ്ഞേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാ? Name 2 plants that live only for a few months. എന്താ ഷിഫാന, അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. ഞാൻ ക്വസ്റ്റ്യൻ ആൻസറിന്റെ മൂന്നാമത്തെ ചെയ്തിന് ക്വസ്റ്റ്യന്. എല്ലാവരും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇന്നത്തെ ഡേറ്റ് ഇടണേ മക്കളെ. ഇന്നത്തെ ക്വസ്റ്റ്യൻ എഴുതുമ്പോ അതിന് നേരെ ഇന്നത്തെ ഡേറ്റ് ഇടണേ നോട്ട്ബുക്കില്. ഡോണ്ട് ഫോർഗെറ്റ് ടു പുട്ട് ടുഡേസ് ഡേറ്റ്. ഇന്ന് എത്രയാ തീയതി? 13 അല്ലേ? എന്നിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നെയിം 2 plants that live only for a few months. സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. നെയിം എഴുതുമ്പോ N ക്യാപിറ്റൽ ആയിരിക്കണം. Okay, I'll give you the answer now. Third answer, tomato, tulsi, and okay, name 2 plants. 2 only said, no? Okay, tulsi and spinach. Are plants that live only for a few months. That live only
for a few months. Tomato, tulsi and spinach are plants that live only for a few months. Handwriting should be neat. Start with a capital letter. At the end, you should have the full stop. ഭംഗിയായിട്ട് എഴുതണേ. ഓരോ വാക്ക് കഴിഞ്ഞിട്ട് യു ഷുഡ് പുട്ട് എ ഫിംഗർ ഗ്യാപ്പ്. ഓരോ വാക്ക് കഴിഞ്ഞിട്ട് ഓരോ വേർഡ് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം അടുത്ത വേർഡ് എഴുതാൻ. ഒരു വാക്ക് ഇപ്പൊ ടീച്ചറോടെ ടൊമാറ്റോ, തുളസി, സ്പിനച്ച് 6 കഴിഞ്ഞ് ഒരു കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം പ്ലാന്റ്സ് എന്ന് എഴുതാൻ. അത് കഴിഞ്ഞ് ഇവിടെ സ്ഥലം വിട്ടിട്ട് വേണം ദാറ്റ് എഴുതാൻ. പിന്നെയും കുറച്ച് സ്ഥലം വിട്ടിട്ട് ലീവ്. ഓക്കെ, അല്ലാതെ അടുപ്പിച്ച് പിടിച്ച് പെറുക്കി പെറുക്കി എഴുതിയാൽ നമുക്കൊന്നും തിരിയില്ല വായിക്കുമ്പോ. ഇന്നത്തെ ഡേറ്റ് ഇടാൻ മറന്നുപോയില്ലല്ലോ അല്ലേ? എല്ലാവരും ഇട്ടിട്ടില്ലേ ഇന്നത്തെ ഡേറ്റ്? ഓക്കെ, ഗുഡ്. മൂന്നാമത്തെ കഴിഞ്ഞവർക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ക്വസ്റ്റ്യൻ എഴുതിക്കോ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഏതാ? വൈ ഡു ക്ലൈംബേഴ്സ് നീഡ് സപ്പോർട്ട് ടു ഗ്രോ സ്ട്രെയിറ്റ്? എന്തുകൊണ്ടാണ് ക്ലൈംബേഴ്സിന് സ്ട്രെയിറ്റ് ആയിട്ട് വളരാൻ സപ്പോർട്ട് വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ചോദ്യം. ഫോർത്ത് ആൻസർ ടീച്ചർ തരുവാണ്. ക്ലൈംബേഴ്സ് need support to grow because they have a weak stem. Climbers need support to grow because they have a weak stem. അവരുടെ സ്റ്റെം അല്ലെ അവരുടെ തണ്ട് വീക്ക് ഒട്ടും ബലം ഉള്ളതല്ലാത്തത് കൊണ്ടാണ് അവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വളരാൻ സപ്പോർട്ട് വേണമെന്ന് പറയുന്നത്. ഭംഗിയായിട്ട് എഴുതണേ. Handwriting should be very neat. Don't forget that.
Okay. So if you have completed the fourth answer, then you can write the fifth question. Okay. നാലാമത്തെ ആൻസർ എഴുതി കഴിഞ്ഞെങ്കിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോണം. Now I'll give you the fifth answer. Okay. Your fifth answer is here. Some plants have a very weak stem. They grow along the ground. They grow along the ground. Such plants are called creepers. Such plants are called creepers. Such plants are called creepers.
Okay, complete fast. Complete ആക്കിയ മക്കളെ? അവിടെ വരെ എല്ലാവരും എഴുതിയോ? Did you complete up to there? Okay. All right. എല്ലാവരും കംപ്ലീറ്റ് ആക്കിയില്ലേ അവിടം വരെ? Yes. ആരെങ്കിലും ഉണ്ടോ കംപ്ലീറ്റ് ആക്കാത്തത്? യെസ്, നഫി കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഓക്കെ, പെട്ടെന്ന് എഴുതേ, ഒന്ന് കൊടുത്തരാം. കംപ്ലീറ്റ് ആക്കാത്ത സ്റ്റുഡൻസ് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കിക്കേ. ഓക്കെ, അമന്ന രാജേഷ് ഫിനിഷ് ആയി. കണ്ടു ടീച്ചർ കണ്ടു. കഴിഞ്ഞില്ലേ നാഫി? നാഫി എഴുതി കഴിഞ്ഞ മോനെ? യെസ്. ഷിഹാസ് നോട്ട് ഫിനിഷ്ഡ്? നോ. എത്ര സമയം മോനെ എടുക്കുന്നത്? വേഗം എഴുതിക്കേ, പെട്ടെന്ന്. ഇവരെല്ലാം എഴുതി കഴിഞ്ഞു. നീ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഞങ്ങൾ വെയിറ്റ് ആകുന്നത് കേട്ടോ. പെട്ടെന്ന് എഴുതേ, പെട്ടെന്ന് നോക്ക്. ഫിനിഷ് ആയില്ലേ? ആരെഴുതി നേരത്തെ എഴുതി കഴിയാതിരുന്ന ആള്? യെസ്. ഹെവൻ, എന്താ ഹെവൻ എഴുതിയില്ലേ ഇതുവരെ? ഹെവൻ അൺമ്യൂട്ട് ചെയ്തേ.
മിസ് ഹെവൻ അല്ല ഹന്യ. ആ അത് കറക്റ്റ് നെയിം അടിച്ചു കയറണം. ഇപ്പൊ ഹെവൻ എവിടെ കിടക്കുന്ന കേട്ടോ. കാരണം നിങ്ങളുടെ അറ്റൻഡൻസ് ഇടുന്നത് നിങ്ങൾക്ക് ഈ നെയിം നോക്കി അറ്റൻഡൻസ് ഇടുക. അപ്പൊ നിങ്ങളുടെ കറക്റ്റ് നെയിം നോക്കി എഴുതണം. പറഞ്ഞത് നന്നായി. തന്നെയാണല്ലേ. അടുത്ത ക്ലാസ് മുതൽ കയറുമ്പോ നിങ്ങളുടെ പേര് തന്നെ അടിച്ചു കയറുക. ഓക്കെ. ഓക്കെ. എല്ലാരും കംപ്ലീറ്റ് ആക്കിയില്ലേ മക്കളെ എവിടം വരെ? യെസ്. ഇനി ബാക്കി. നമ്മളോട് 2 എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ടല്ലേ ക്രീപ്പേഴ്സിന്. യെസ്, എക്സാമ്പിൾസ് എഴുതിക്കോ. 5ാമത്തെ ക്വസ്റ്റ്യന്റെ ബാക്കിയാണേ. 2 എക്സാമ്പിൾസ് ചോദിച്ചിട്ടില്ലേ? 5ാമത്തെ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ അല്ലേ? കണ്ടോ? വാട്ടർ ക്രീപ്പേഴ്സ്, നെയിം 2 ക്രീപ്പേഴ്സ്. 2 എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ക്രീപ്പേഴ്സിന് 2 എക്സാമ്പിളും കൂടി എഴുതണം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ തീർന്നിട്ടില്ല. 2 എക്സാമ്പിളും കൂടി എഴുതിയെങ്കിലേ അത് തീരത്തുള്ളൂ കേട്ടോ. അപ്പൊ എഴുതിക്കോ എക്സാമ്പിൾസ്. അതിന്റെ ബാക്കിയായിട്ട് എഴുതണേ. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതിക്കോളൂ. watermelon, watermelon, watermelon and pumpkin. Watermelon and pumpkin are creepers. Fifth question ബാക്കി അത് കേട്ടോ. എന്നിട്ട് നിങ്ങൾ 6ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. വാട്ടർമെലൻ ആൻഡ് പംകിൻ ആർ ക്രീപ്പേഴ്സ്. അത് 5ാമത്തെ ക്വസ്റ്റ്യന്റെ ബാക്കിയായിരുന്നു. 5ാമത്തെ ക്വസ്റ്റ്യന്റെ അകത്ത് എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇത് രണ്ടും. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ 6ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഹൗ ഡസ് ദ ലോട്ടസ് ഫ്ലോട്ട് ഓൺ വാട്ടർ? How does the lotus float on water? Teacher answer തരാം. The lotus has big leaves which help it to float on water. The lotus has big leaves which help it to float on water.
How does the lotus float on water? And answer ആണ് the lotus has big leaves to help it to float on water. എന്താ ഋഷികേഷൻ? എഴുതി കഴിഞ്ഞോ? ഓക്കെ, നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് എടുത്തോട്ടെ. നിങ്ങളുടെ ആരുടെ പേര് ടീച്ചർ വായിക്കാതെ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കണേ. ഹൈഫ മെഹ്റിൻ, ഷിഫാന ഫാത്തിമ, ജുവൽ മരിയ. നിങ്ങളുടെ പേര് നിങ്ങൾ ശ്രദ്ധിക്കണേ. പേര് വിളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കൈവക്കി കാണിക്കണേ. അമന്ന രാജേഷ്, മാലവിക സുരേഷ്, ആൻസൺ കെ അജിത്, എറിക്, മുഹമ്മദ് നാഫി, അനക സുരേഷ്, മുഹമ്മദ് അഫ്ലാഹ്, ഹിബ ഫാത്തിമ, ക്രിസ്റ്റി ലിബിൻ, ബിനയ ബിനോയ്, അനിഹ, ഇർഫ ഫാത്തിമ, മുഹമ്മദ് സയാൻ എന്നാണോ അത്? സയാൻ ആണോ മോനെ? യെസ്. മുഹമ്മദ് ഷാൻ ആണോ അടുത്തയാള്? ആണോ മോനെ? അവന്റെ വീഡിയോ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ. ഫർഹ ഫാത്തിമ, ഷിഹാസ് കെ എം, കുര്യൻ ജോസഫ്, ഋഷികേഷ് അഭിലാഷ്, ഹന്ന, മിൻഹാജ്, അനീറ്റ ഫിലിപ്പ്. ടീച്ചർ ആരുടെയും പേര് വിളിക്കാണ്ടുണ്ടോ? നാഫിന്റെ പേര് ടീച്ചർ വിളിച്ചു, എറിക്കിന്റെ വിളിച്ചു, എറിക്ക്, മാളവികേനെയും വിളിച്ചു. എല്ലാരും വിളിച്ചില്ലേ? ഓക്കെ, എല്ലാവരെയും വിളിച്ചു അല്ലേ? അപ്പോ ജസ്റ്റ് എഴുതി കഴിയാത്തവർക്ക് ഒന്നും കൂടി തരാം. നമ്മുടെ ടൈം എന്റെ പാവ കേട്ടോ. എഴുതി കഴിയാത്തവരൊന്നും കൂടെ നോക്കിയിട്ട് എഴുതും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ 5 കഴിഞ്ഞു. നിങ്ങള് ഈ ക്ലാസ് കഴിയുന്ന പാടെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇടണം കേട്ടോ. നിങ്ങൾ നോട്ട് എങ്ങനെ എഴുതിയെന്ന് ഞാനൊന്ന് കാണട്ടെ. അപ്പോ എല്ലാവരും ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇടുക ക്ലാസ് കഴിയുന്ന പാടെ. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഈ 5 ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ എഴുതിപ്പിക്കും നിങ്ങളെ കൊണ്ട് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഈ 5 ക്വസ്റ്റ്യൻ ആൻസറും പഠിച്ചിട്ട് വരണം. ഞാൻ ക്വസ്റ്റ്യൻ തരും, നിങ്ങൾ ആൻസർ എഴുതും. ഓക്കെ, all right, so shall we wind up? അമന്ന രാജേഷ് എന്താ മോളെ? അൺമ്യൂട്ട് ചെയ്തേ. വിട്ടുപോയിട്ടുണ്ട്. ഫോൾട്ടിലാ? ഫ്ലോട്ടിലാ? ഫ്ലോട്ട് എന്നതിലാണോ? ഫ്ലോട്ട്. ടീച്ചർ Yes, good. Sorry.
Okay, float on water. Okay. Okay, float on water FLO 80 ഉണ്ട്. Okay, then our time is up. അപ്പൊ എല്ലാവരും ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇടുക. അടുത്ത ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചിട്ട് വരണേ. അതുപോലെ തന്നെ ഒരൊറ്റ ക്ലാസ് മിസ്സാവരുത്. എല്ലാവരും അടുത്ത ക്ലാസ്സിലും കയറിയിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് അറ്റൻഡൻസ് ഇടുന്നതാണ്. അറ്റൻഡൻസ് കമ്പൽസറി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ എല്ലാ ക്ലാസ്സിലും നിങ്ങൾ കയറണം കേട്ടോ. ഓക്കെ മക്കളെ, then bye.